ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഒരുപാട് കാലമായിട്ട് പ്ലാൻ ചെയ്ത അജ്മീർ ട്രിപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഏകദേശം മഹാരാഷ്ട്ര എത്തിയിട്ടുണ്ട്. എല്ലാ ബുധനാഴ്ചയും തിരുവനന്തപുരം തൊട്ടിട്ട് മാടാർ ജംഗ്ഷൻ വരെ പോകുന്ന മഡ്ജൻ സ്പെഷ്യലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ കയറിയത് ഷൊർണൂരിൽ നിന്നാണ്. അവിടേക്ക് ഏകദേശം 2:15 ട്രെയിൻ എത്തുണ്ടാവുക. 3 മണി ടൈമിൽ അവിടുന്ന് ട്രെയിൻ എടുക്കും. അങ്ങനെ ഫൈനലി 20-ാം തീയതി കഴിഞ്ഞ് നമ്മൾ 21-ാം തീയതി കഴിഞ്ഞ് 22-ാം തീയതി ഏകദേശം ഉച്ചയ്ക്ക് 11 മണി ടൈമിൽ അജ്മീർ എത്തിയിട്ടുണ്ട്. നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അജ്മീർ ഗേറ്റ് 4 അവിടെ മുഹമ്മദിയ ഗസ്റ്റ് ഹൗസിലായിരുന്നു. അപ്പൊ നിങ്ങൾ ഫാമിലിയിട്ടൊക്കെ വരുവാണെങ്കിൽ അഫോർഡബിൾ ആയിട്ട് റൂം നോക്കുന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഓട്ടോന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും അവർ 400-500 ആ റേഞ്ചിലൊക്കെ പറയും കേട്ടോ. എന്നാലും നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ട് ഒരു 200 ആക്കാൻ നോക്കുക. ഞങ്ങൾ എന്തായാലും 200 കേട്ടോ പോകുന്നത്. റൂം ആണെങ്കിൽ അടിപൊളി റൂമാണ് കേട്ടോ. 1300 നല്ല വർത്തായിരുന്നു. AC റൂമായിരുന്നു കേട്ടോ. ഇനി നോൺ AC ആണെങ്കിൽ 1000 ഉള്ളൂ. ഞങ്ങൾ വെള്ളിയാഴ്ച എത്തിയത് കൊണ്ട് തന്നെ നമസ്കരിക്കാൻ ഫുഡ് പാത്തിലും കൂടി നല്ല ക്രൗഡായിരുന്നു കേട്ടോ. ജുമ കഴിഞ്ഞ് നമ്മൾ നേരെ റെഡിയായി ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. നമ്മളെ മുഹമ്മദിയ ഗസ്റ്റ് ഹൗസിന്റെ അടുത്ത് തന്നെ ഒരു മലയാളീസിന്റെ ഹോട്ടൽ ഉണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഫുഡ് ഒക്കെ കേരള ഫുഡ് ആയിരിക്കും. പിന്നെ നമ്മൾ നേരെ ദർഗയിലോട്ട് പോയി ഒരുപാട് ആളുകളുടെ ഖബർ സന്ദർശിച്ച് അജ്മീർ ചെമ്പും കണ്ട് ഷാജഹാൻ ചക്രവർത്തി പണിത കുളവും പള്ളിയും എല്ലാം കണ്ട് ഒരു നല്ല ഖവാലിയും കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി. പിന്നെ നമ്മൾ ഒരു നൂഡിൽസ് വാങ്ങിയിട്ട് നേരെ റൂമിൽ പോയി. അപ്പോൾ തന്നെ ഏകദേശം രാത്രി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഷോപ്പിംഗിനായിട്ട് പുറത്തിറങ്ങി. ഈ ഒരു ഡ്രിങ്ക് ഉണ്ടല്ലോ വെറും 20 രൂപക്കാണ് കേട്ടോ. അതായത് റോസ് മിൽക്കില് വത്തക്ക കട്ട് ചെയ്തിട്ട് ഉള്ള ഒരു ഡ്രിങ്ക് ആയിരുന്നു. പിന്നെ ഇവിടെ ഏത് സാധനമാണെങ്കിലും നമ്മൾ ബാർഗെയിൻ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുക. പിന്നെ നമ്മൾ ചെറിയ ഷോപ്പിങ്ങും ഫുഡൊക്കെ വാങ്ങിയിട്ട് റൂമിൽ. പിന്നെ പിറ്റേ ദിവസം നമ്മൾ ദർഗയിൽ നിന്ന് വെറും 550 മീറ്റർ ദൂരം വരുന്ന അതായി ദിൻക ചോപ്രയിലോട്ടാണ് കേട്ടോ പോയത്. നമ്മൾ രാവിലെ ഒരു 6 മണി ടൈമിൽ പോയാൽ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ കിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ വെയിൽ കാരണം പിന്നെ നമുക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റില്ല. അങ്ങനെ കാണാൻ മാത്രം ഒന്നും പ്രത്യേകിച്ച് പറയാൻ മാത്രം ഒന്നും ഇവിടെ ഇല്ല. അതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല നല്ല ഫ്രെയിമുകൾ ഉണ്ട്. എൻട്രി ഫീ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് അനസാഗർ ലേക്കിലോട്ടാണ്. ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പീസ്ഫുൾ ആയിട്ട് ഇരുന്ന് നല്ല കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ പറ്റിയ സ്പോട്ടാണ്. എൻട്രി ഫീ വെറും പെർ ഹെഡ് 20 രൂപയെ വരുന്നുള്ളൂ. പോരാത്തതിന് ഇതൊരു ഗവൺമെന്റ് ടൂറിസ്റ്റ് പ്ലേസ് കൂടാണ് കേട്ടോ. പിന്നെ നമ്മൾ കുതിരവണ്ടിയിലൊക്കെ കയറി നേരെ പോയത് അക്ബർ ഫോർട്ട് കാണാനാണ്. ഗവൺമെന്റ് മ്യൂസിയം എന്നും പറയാം. പിന്നെ നമ്മൾ പാലസ് ഒക്കെ കണ്ട് നേരെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ ജയ്പൂരിലേക്ക് ട്രെയിൻ കയറി. ജയ്പൂർ വിശേഷങ്ങൾ അടുത്ത വ്ളോഗിലാവാം.